welcome, Mr. Jaden Thomas. Welcome. Thank you, Miss Jenny. So, നിന്റെ വാക്കിലേക്ക് നീ കിടക്കാമല്ലോ. Of course, Jaden. അതിനാണല്ലോ നിന്നെ ഞാൻ ഇവിടെ വിളിപ്പിച്ചത്. കാരണം അവളെ എനിക്ക് വേണം. അവനെ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന അവളെ നീ മാറ്റി തന്നേ പറ്റൂ. Of course. അതിനാണല്ലോ മിസ് ജെനി ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ ആരായാലും ഏവളായാലും അവളെ ഞാൻ അയ്യോ സോറി, ഞാൻ അറിയാണ്ട് സാർ. സോറി സാർ, സോറി ഫോർ ദാറ്റ്. Yeah, it's okay, dear. It's not a big problem. ഞാൻ പൊക്കോ പെട്ടെന്ന്. ഓക്കെ സാർ, താങ്ക് യു. Okay, wow, who's that beautiful? എന്താണ് ചെയ്യടാ, ഇഷ്ടപ്പെട്ടോ? Why not? ആരാടിയത്? Wow, interesting. അവളാണ് ഞാൻ പറഞ്ഞ എന്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്ന അദ്വിക. Oh my Jesus. Okay, അവളുടെ കാര്യം ഞാൻ ഇട്ടു. പക്ഷേ നിന്റെ ഒരു പരിപാടിയും അവളുടെ മുന്നിൽ നടക്കില്ല. അവളെ കൊല്ലാനല്ല, വളർത്താൻ എനിക്ക് വേണം. എന്നാ ശരി, ഞാൻ ജോയിൻ ചെയ്തിട്ട് വരാം. ജെനി, നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവളെ ഒന്നും ചെയ്യരുതെന്ന് പോലും. ഇനി എന്താ അവനല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞാലും നോ, അവക്കുള്ള പണി ഞാൻ കൊടുക്കും. എന്റെ പൊന്നനു, നീ എവിടെയായിരുന്നടി? എവിടെയൊക്കെ നോക്കി? എവിടെയായിരുന്നു? ഞങ്ങൾ സ്റ്റേജിന് അവിടെ ഉണ്ടായിരുന്നു. വാ, കല്ലു പിടിക്കാൻ രണ്ടും കൂടെ വാ, പോവല കഴിക്കാം. സംസാരിക്കാം. ഓ നീയോ? എന്താ ജെനി, വല്ല പുതിയ പ്ലാനാണോ? എനിക്ക് തന്നോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നീ കൂടുതൽ പേഴ്സണലായിട്ട് സംസാരിക്കണ്ട. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ സംസാരിക്ക്, അത് മതി. അതെ, അനു പറഞ്ഞത് കറക്റ്റ്. ഞാൻ എന്തായാലും എന്റെ കൊച്ചിനെ നിന്റെ കൂടെ ഞാൻ വിടില്ല. ഓക്കെ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സംസാരിച്ചാൽ മതി. എടാ വേണ്ട, ആൾക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ നമ്മളായിട്ട് തടസ്സപ്പെടുത്തണ്ട. ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഞാൻ വരാം. താങ്ക് യു അദ്വിക. എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി, ഒരു 5 മിനിറ്റ്. ഞാൻ ചെയ്തതിൻ്റെ തെറ്റാണ്, എനിക്ക് അങ്ങോട്ട് സോറി എങ്കിലും പറയാം. ഓക്കെ, 5 മിനിറ്റ്സ്. 5 മിനിറ്റ്. അതിനുള്ളിൽ എൻ്റെ കുട്ടീനെ ഇങ്ങോട്ടാക്കിക്കണം. ഓക്കെ, നീ ഇവിടെ വന്നാൽ മതി. ഓക്കേടാ, ശരി എന്നാ. വെള്ളപ്പാട്ട്, എന്റെ കൊച്ചിനെ വല്ലോ ചേർന്നറിഞ്ഞ എന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും കേട്ടോടി. ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അദ്വിക പോവാ. ഓക്കെ എടാ, ഞാനിവിടെ വരാം. ശരിയടാ, പോയിട്ടോ. അനു, ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉള്ളേ, നിനക്ക് തോന്നിയില്ലേ? ആടി, എനിക്കും തോന്നി. എന്തേലും പരിപാടി ഒപ്പിക്കാനുള്ള പ്ലാൻ എങ്കിൽ നീ പേടിക്കാതിരിക്കടി. അവൾ എന്തേലും പരിപാടി എന്നെ കൊച്ചിന് മേൽ കാണിച്ച അവളെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും, അവൾ ആരായാലും. ആരെ തല അടിച്ചു പൊട്ടിക്കുന്ന കാര്യമോ രണ്ടെണ്ണം കൂടെ പറയുന്നേ? അതൊന്നുമില്ല സാർ. ഒന്നുമില്ലെന്നോ? കൂട്ടത്തിലെ ഒരു വലിയ ഒരാൾ അവിടെ പോയി കണ്ടില്ലല്ലോ. സാർ, ആക്ച്വലി അവളെ ജെനി വിളിച്ചിട്ട് പോയി, എന്തോ സംസാരിക്കാൻ. ജെനിയോ? ജെനി എന്തിനാ കുക്കിനെ വിളിച്ചിട്ട് പോയെ? അവളോടൊന്നും നടക്കില്ല. എന്തായാലും ആ ജെനീനെ കാത്താ മതിയായിരുന്നു, പാവം. ജെനി എന്തിനാ അദ്വികനെ വിളിച്ചിട്ട് പോയേ? എന്താടാ അദ്വിക അത്രയ്ക്കും സീനാണോ? ആണോ എന്നോ? ഒന്ന് നീ മുട്ടി നോക്ക്, അപ്പോ അറിയാം ആണോ അല്ലയോ എന്ന്. അത്രയ്ക്കും സീനാ?
ഡാലിയ ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരട്ടെ, കുറച്ച് അത്യാവശ്യം. നിങ്ങളിവിടെ നിന്നാൽ മതി. ആളിയ നീ പോയിട്ട് വേഗം വാ, ഞാനിവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. ആ ഓക്കേടാ. അനു, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേടി ആ മുഖം കണ്ടിട്ട്? സംതിങ് ഫിഷി. ഇവളെ ഇന്ന് ഞാൻ ഇവളത് ആരോട് ചോദിച്ചിട്ടാ ഒറ്റയ്ക്ക് അവളുടെ അടുത്തേക്ക് പോയത്? എന്തൊക്കെയാണെന്നോ അവളുടെയൊക്കെ വിചാരം. എന്നെ കാണിച്ചാരാടി, എന്നെ കിട്ടട്ടെ എൻ്റെ കയ്യിൽ. ഇത് കുറെ നേരമായാലും ഇവിടെ നിർത്തിയിട്ട്. അത് പിന്നെ സോറി ഫോർ എവറിത്തിങ്. ഞങ്ങൾ അറിയാണ്ട അറിയാണ്ട് ഒരുപാട് സിനിമ കഴിയാൻ പറ്റുന്നുണ്ട്. സോറി. ഈ സോറി പറയാനാണോ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അപ്പോഴേ കഴിഞ്ഞതല്ലേ. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അദ്ഭുത, നീ എന്താണ് വിചാരിച്ചത്? ഞാൻ ക്ഷമിച്ചതോ നിന്നെ? ഓ, അപ്പോൾ ഇത് നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? സോറി, മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നീ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് കേട്ടോ. വിശ്വനാഥിന് പേടിയാണോ? എന്നാലേ നിന്റെ അർണവ് മേനോൻ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതിന് നീ ആദ്യം എന്നെ കൊല്ലണം. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഏട്ടനെ നീ സ്വന്തമാക്കണമെങ്കിൽ. നീ തന്നെ എനിക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നേ. എന്നാ കൊല്ലാടി, പോയി ചാവടി. ഏയ് അദ്വിക, താൻ ഓക്കെ ആണോ? എന്തെങ്കിലും പറ്റൂടോ? പറയടോ. ഇല്ല സർ, ഞാൻ ഓൾറൈറ്റ് ആണ്. താങ്ക് യു സർ. സർ, ഓ സർ, സാറിന്റെ കൈ ബ്ലീഡ് ആവുന്നു. ഈ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ സർ, സാറിന്റെ കൈ. നീ എന്തിനാണ് സാറിന്റെ മുന്നിൽ കൂടെ വീണേ? നിർത്തിക്കോ, നീ എന്നെ തള്ളി വിട്ടിട്ട് അവള് പ്രസംഗിക്കുന്നു. അതേടി, നിന്നെ തള്ളിട്ട ഞാൻ തന്നെയാ. നിന്നെ കൊന്ന് സ്വന്തമാക്കാൻ. നീ കൊന്ന് കളയും നിന്നെ ഞാൻ, കേട്ടോടി. എന്നെ നീ തല്ലിയല്ലേടി? നീ നോക്കിക്കോ, ഇയാളെ ഞാൻ നിന്റെ മുന്നിൽ നിന്ന് സ്വന്തമാ. നിന്നെ പോലുള്ളതിനൊക്കെ നോക്കാൻ മാത്രം താഴ്ന്നിട്ടില്ലടി അദ്ദേഹം. ഡിജി, നീ എന്നെ എന്താ പറഞ്ഞേ? നിന്നെ ഞാൻ എന്നെ കാണിച്ചു തരാമടി. നിനക്ക് ഞാൻ അന്നേ വാണിംഗ് തന്നതാണ്. എന്റെ പെണ്ണിന്റെ നേരെ നിന്റെ കൈ പൊങ്ങിയ ഞാൻ പറഞ്ഞതാണ് നിന്നോട്. ഇനി മേലാൽ നിന്റെ കൈ പൊങ്ങിയ കൈ ഞാൻ അരിഞ്ഞെടുക്കും. അർണവ പറയുന്നേ. അദ്വിക, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അയാൾക്ക് ഞാൻ എത്ര വലുതാണെന്ന്? അതുകൊണ്ട് മോളി പീക്ക് നാടൊക്കെ കൈ വെച്ചിട്ട് വലുതും കൊണ്ടുവാ. പിന്നെ ലിസ, നിന്നെ ഞാൻ എടുത്തോളാടി. അവള് കരയും ലിസ, അവളെ കരയിപ്പിക്കും. ശരിയാ പറയുന്നേ. നീ എന്റെ കൈ വിട്ടേ. നീ തന്നെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നേ? അദ്വിക, നിന്നോടാ ചോദിക്കുന്നേ, എങ്ങോട്ടേക്കാ കൊണ്ടു? ഓ, ഒന്ന് വാ അടച്ച് വെക്കോ. തിന്നാനല്ല ഞാൻ കൊണ്ടുപോകുന്നേ. ഒന്ന് എന്റെ കൂടെ നടന്ന് വേഗം വാ. എന്തിന്? എങ്ങോട്ട്? നീ എന്റെ കൈ വിട്. എന്റെ ദേഹത്ത് പിടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്റെ കൈ വിട് അദ്വിക.
ആ ഓക്കെ വിട്ട്. ഇരിക്കിവിടെ, നോക്കാതെ ഇരിക്കാൻ. നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് ഇരിക്കണ്ട. വാശി കാണിക്കാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്നാ മതി കേട്ടോ. അതിൽ നീ ചൂടാകുന്ന എന്ത്? ആ ഇരുന്ന്. ഇനി കൈ കാണിച്ചേ. എന്തിന്? ഞാൻ എന്തിന് എന്റെ കൈ നിനക്ക് കാണിക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ പോക്കെ. വലിയ വാശി കാണിക്കാണ്ട് ആ കയ്യിന്ന് ബ്ലഡ് വാ നോക്കട്ടെ. ബ്ലഡ് വരിക. എന്നിട്ട് നീ എന്തിനാ എന്റെ കൈ ട്രീറ്റ് ചെയ്യുന്നേ? അതിന് നീ ആരാ? അയ്യട്ടാ, ഞാൻ തന്റെ ആരുമല്ല. പിന്നെ ഞാൻ കാരണാണല്ലോ എന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞേ. അതുകൊണ്ടാ. അടങ്ങിയിരിക്കുന്ന കെട്ടട്ടെ. കൈ കിട്ടി ഇങ്ങനെ അനയ്ക്ക് അത് മുറിഞ്ഞ് വീണ്ടും അതിന് ബ്ലഡ് വരും. ഒന്ന് അടങ്ങിയിരുന്ന അത്രയും സമാധാനമാണ്. കൈട്ടങ്ങ് അനക്കുക, മിണ്ടാതിരിക്കേ. പിന്നെ താൻ എന്തിനാ എന്നെ പിടിക്കാൻ വന്നേ? ഞാനവിടെ വന്നാൽ തനിക്കെന്താ? താൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വന്നെന്നെ. ബിക്കോസ് നീ എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. എൻ്റെ സ്റ്റുഡൻസിന് എന്ത് പറ്റിയാലും ആസ് എ ടീച്ചർ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ. സോ അതുകൊണ്ട് ചെയ്തു. അപ്പൊ സാർ അവളും സാറിന്റെ സ്റ്റുഡൻ്റ് ആണല്ലോ, പിന്നെന്തുവാ? അതെ, അവൾ തെറ്റ് ചെയ്തു, ശിക്ഷ കൊടുത്തു. ഓ ഓ ഓ ഓ അങ്ങനെ. ഇതെന്തായാലും അത്ര നല്ല ഏർപ്പാടൊന്നും അല്ല, സ്റ്റുഡൻസിനെ വീഴാൻ പോകുമ്പോഴേക്കും ഇങ്ങനെ സഹായിക്കുന്നത് കേട്ടോ. ആണോ? അപ്പൊ സ്വന്തം പ്രൊഫസറിനെ ഏട്ടാന്ന് വിളിക്കുന്നതും അത്ര നല്ലതാണോ അദ്വിക വിശ്വനാഥ? സാർ എനിക്ക് പോണം. ഇരിക്കടി അവിടെ. ഞാൻ പറയാണ്ട് ഇവിടെ നിന്ന് എണീറ്റ എന്റെ ക്രിയ സ്വഭാവം നീ കാണും. ഞാൻ പോകുന്നില്ല. കൊല്ലൂ. ആരാടി നിന്റെ ഏട്ടൻ? മുഖത്തേക്ക് നോക്ക അദ്വിക. അദ്വിക, നീ എന്നെന്തിനാ എന്നെ അങ്ങനെ വിളിച്ചേ? അവിടെ വെച്ച് ഞാൻ നിന്നെ ടച്ച് ചെയ്തപ്പോൾ നീ എന്താ റിയാക്ട് ചെയ്യാത്തേ? അതിന് സാർ ഞാൻ അടുത്ത് വരുന്ന എന്തിന്? എപ്പോ? എനിക്ക് ഓർമ്മയില്ല. 2 മണിക്കൂർ മുന്നേ നടന്ന ഓർമ്മയില്ലായിരിക്കും അല്ലേ? എനിക്ക് ഓർമ്മയില്ല. ശരി, എന്നാ ഞാൻ നിനക്ക് ഓർമ്മിപ്പിച്ച് തരാം. റെഡി? അദ്വിക, നിന്നോട് ഞാൻ പറഞ്ഞതാ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ. നോക്കടി. അപ്പൊ നിനക്ക് ഓർമ്മയില്ലാത്തതല്ലേ? ഞാനായിട്ട് ഓർമ്മിപ്പിച്ച് തരാം. എന്തേ? അവിടെ നിന്ന് സംസാരിച്ചാ മതി. എനിക്ക് ഓർമ്മയില്ല. അത്ര തന്നെ. ഷോ, ഓർമ്മയില്ലാത്തതല്ലേ ഓർമ്മിപ്പിക്കാൻ ഞാൻ. ഇപ്പൊ ഓർമ്മ വന്നു എപ്പോഴോ എന്നെ വിളിച്ചെന്ന്? അത് സാർ, ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ് അദ്വിക. ഇതുപോലത്തെ ഡ്രസ്സസ് ഇട്ടുകൊണ്ട് നീ കോളേജിൽ വന്ന പിന്നെ ഇനി മേലാൻ എന്നെ ദേവേട്ടാ നീ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇല്ല, ഞാൻ ഒരിക്കലും വിളിക്കത്തില്ല. പിന്നെ നിനക്ക് കൊള്ളാം. പൊക്കോ. ഓക്കെ സാർ, ശരി. അദ്വിക, അത് പിന്നെ താനിന്ന് കയ്യിൽ കെടുത്തുന്നത് അതിന് താങ്ക്സ്. ഓക്കെ, പൊക്കോ. തൻ്റെ താങ്ക്സിന് വേണ്ടിയല്ലോ അതൊക്കെ ചെയ്തേ. അതൊക്കെ തൻ്റെ കൈ ഇരിക്കട്ടെ. എനിക്ക് വല്ല കഴിക്കാൻ താൻ കാണാൻ വാങ്ങിച്ചു തന്നാൽ മതി. ആരുടെ താങ്ക്സ്? താൻ പോടോ. അപ്പോൾ ശരി, ബൈ. എന്ത് പെൺകുട്ടിയാ. ഞാനത് എന്തൊക്കെയാ പറയുന്നേ? എന്നാലും ഇവളെന്താ വരാത്തെ? ഇനി സാറ് പറഞ്ഞ പോലെ എവിടെയെങ്കിലും അവളെ കൊല്ലുകയാണല്ലോ ചെയ്തോ? മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഇവള്. അമ്മു, ജെനി, അദ്വിക എവിടെയാ?
അവൾ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ആ, ഇത് നല്ല കൂത്ത്. അവളെ കൊണ്ടുപോയിട്ട് അവൾ എവിടെ നിനക്കറിയില്ലേ? മാറ്റിയാക്കി അവളോട് നിന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ആ, നിങ്ങൾക്കറിയില്ല, പോയി അന്വേഷിക്ക്. എടി മറിയോന്തേ, എന്റെ കൊച്ചിന് വല്ല സംഭവിച്ചുണ്ടല്ലോ. ഇന്നത്തെ കൊണ്ടുപോയിട്ട് അവളെ എവിടെ കൊണ്ടിട്ടടി? നിന്റെ അടുത്തൊക്കെയാ ചോദിക്കുന്നു. ഞാൻ എവിടെ ഉണ്ടടി? നീ എവിടെയായിരുന്നടി കുക്കി? നീ എവിടെയൊക്കെ നോക്കി നിങ്ങള്? അല്ല, ജെനിന്റെ കവളെന്താ? പപ്സിന്റെ പൊടിയോ? പുതിയതായിട്ട് ബ്ലഷാണ്. ആരോ കരണം പോയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ആരായാലും അടിപൊളിയായിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ഒന്ന് സാറും ഒന്ന് ഞാനുമാ. അതെന്തായാലും പൊളിച്ചു കിട്ടി. എവിടെ ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ ഓങ്ങി വെച്ചിട്ട്. അല്ല അളിയ, നിന്റെ കൈ എന്നെ പറ്റിയടാ? അതൊന്നുമില്ല അനു, അത് അങ്ങനെ അല്ല അനു, ഞാൻ പറയാം എന്താ ഉണ്ടായത്. അടിക്കല്ല വേണ്ടത്, ഒന്ന് കാര്യം ഞാൻ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ. എന്റെ ഏട്ടന്റെ ഏട്ടത്തിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. നീ നിന്നെ കൊല്ലൂടി. ഇവളുടെ ഒരു നീ എന്തിനാടി ജെനിനെ തള്ളുന്നേ? തല്ലേണ്ടത് ജെനിയല്ല, താ ഇവിടെ നിൽക്കുന്ന നിന്റെ ഏട്ടത്തി എന്ന് പറഞ്ഞ ഇവിടെയാ. ഇവിടെ പോലെ ഓരോന്നുണ്ടാവും, ഒരാണിനെ വശീകരിക്കാൻ വേണ്ടി നടക്കുന്നു കുറേ എണ്ണം. ഞാൻ എന്തും കേട്ടോണ്ടിരിക്കും. എന്റെ കുഞ്ഞിനെ കുറിച്ച് നീ വല്ലതും പറഞ്ഞ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. കേട്ടോടി, നിന്നെയൊക്കെ പോലെ നടക്കാൻ നല്ലടി എന്റെ മോള്. എന്റെ കുഞ്ഞിനെ ഇനി വല്ലതും പറഞ്ഞ എന്തായാലും കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിയല്ലോ. അവസാനത്തെ വാണിംഗ് രണ്ടിനും. ഇവിടുന്ന് പോകുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. ഒരുപാട് വേദനയെടുക്കുന്നുണ്ടോ? വാ, നമുക്ക് വീട്ടിൽ പോവാം. നീ ഇവിടെ നിൽക്കണ്ട. എടാ കുഴപ്പമില്ല. ഇല്ല അളിയ, അങ്ങനെ പറയാതിരിക്കും. ഒരുപാട് ബ്ലഡ് പോയി തോന്നുന്നു. നീ ചെല്ലി, നീ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്ക്. ആ ഓക്കെ അളിയ, അനുവാ നമുക്ക് പോവാം. ആ ഏട്ടാ, കുക്കി അമ്മു ഞങ്ങളോട് ഇറങ്ങുക. എന്നാ നാളെ ഇനി കാണാം. ശരി എന്നാടാ, പോവാം. ആടാ ശരി എന്നാ ഞാൻ പോവാ. നിങ്ങളെല്ലാം വിട്ടോ. അളിയന് ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. ശരി അളിയ, എന്തെങ്കിലും വിഷയം വിളിക്കേ. സാർ, ടേക്ക് കെയർ സർ. കൈ നോക്കിക്കോണേ. ഓക്കെ.